ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു പി എസ് സി വൈബ്. പി എസ് സി വൈബിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പി എസ് സി റീസെൻ്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസും റിലേറ്റഡ് ഫാക്ട്സും ആണ് നോക്കാൻ പോകുന്നത്. അതായത് പി എസ് സി ലേറ്റസ്റ്റ് ആയിട്ട് നടത്തിയത് നവംബർ മാസം നടത്തിയ ഒരു ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ അനുബന്ധ വിവരങ്ങളുമാണ്. അതായത് 154/2024 ക്വസ്റ്റ്യൻ പേപ്പർ കോഡ്. ലേറ്റസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ ഇത് നോക്കിയിട്ട് പോകുന്നത് ഇനി വരുന്ന പരീക്ഷകൾക്ക് എന്തായാലും ഉപകാരപ്പെടും. അപ്പോൾ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വേലുത്തമ്പി ദളവയുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ശരിയായത് ഏത്? തിരുവിതാംകൂറിലെ ദളവ, ആധുനിക തിരുവിതാംകൂറിൻ്റെ ശില്പി, കുണ്ടറ വിളംബരം. ഇതിൽ ശരിയായത് ഏതെന്നാണ് ക്വസ്റ്റ്യൻ. ഉത്തരം ഓപ്ഷൻ എ ആണ്. 1ഉം 3ഉം ആണ് ശരി. തിരുവിതാംകൂറിലെ ദളവ ശരിയാണ്, അതേപോലെ കുണ്ടറ വിളംബരം ശരിയാണ്. ഓക്കെ. ഇനി രണ്ടാമത്തെ ഓപ്ഷനുള്ള ആധുനിക തിരുവിതാംകൂറിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? ആധുനിക തിരുവിതാംകൂറിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത് മാർത്താണ്ഡവർമ്മയാണ്. ഓക്കെ. അപ്പോൾ തിരുവിതാംകൂറിലെ ദളവ, കുണ്ടറ വിളംബരമൊക്കെ വേലുത്തമ്പി ദളവയുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഓക്കെ. വേലുത്തമ്പി ദളവയുടെ യഥാർത്ഥ നാമം ചോദിച്ചിട്ടുണ്ട്. വേലുത്തമ്പി ദളവയുടെ യഥാർത്ഥ നാമം തമ്പി വേലായുധൻ ചെമ്പകരാമൻ എന്നാണ്. തമ്പി വേലായുധൻ ചെമ്പകരാമൻ എന്നാണ് വേലുത്തമ്പി ദളവയുടെ യഥാർത്ഥ നാമം. ഓക്കെ. ഇനി അദ്ദേഹം ആരുടെ ദളവയായിരുന്നു? തിരുവിതാംകൂറിലെ അവിട്ടം തിരുനാൾ ബാലരാമവർമ്മ രാജാവിൻ്റെ ദളവയായിരുന്നു. ഓക്കെ. അവിട്ടം തിരുനാൾ ബാലരാമവർമ്മയുടെ ദിവാനായിരുന്നു ആര്? ദളവയായിരുന്നു ആര്? വേലുത്തമ്പി ദളവ. കാലഘട്ടം 1802 മുതൽ 1809 വരെയൊക്കെ ആയിരുന്നു. ഓക്കെ. 1802 മുതൽ 1809 വരെ ദളവയായിരുന്നു. അവിട്ടം തിരുനാൾ ബാലരാമവർമ്മയുടെ ദിവാനായിരുന്നു. ഓക്കെ. ഇനി കുണ്ടറ വിളംബരം, പ്രസിദ്ധമായ കുണ്ടറ വിളംബരം നടത്തിയത് 1809 ജനുവരി 11 ബ്രിട്ടീഷ് ചൂഷണത്തിനെതിരെ അണിചേരാൻ വേണ്ടിയിട്ട് ആഹ്വാനം ചെയ്ത വിളംബരമാണെന്ത്? കുണ്ടറ വിളംബരം. അതെപ്പോഴും ചോദിക്കാറുള്ളതാണ്. 1809 ജനുവരി 11 കുണ്ടറ വിളംബരം വേലുത്തമ്പി ദളവ നടത്തിയത്. ഓക്കെ. ഇളമ്പല്ലൂർ ക്ഷേത്രത്തിൽ വെച്ചിട്ടാണ് നടത്തിയത്. 1809 ജനുവരി 11. ഇനി അദ്ദേഹം ആത്മഹത്യ ചെയ്തത് 1809 തന്നെയാണ്. മണ്ണടി, പത്തനംതിട്ടയിലെ മണ്ണടിയിൽ വെച്ചിട്ടാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തത്. ഓക്കെ. ഇനി അദ്ദേഹത്തിൻ്റെ സ്മാരകം സ്ഥിതി ചെയ്യുന്നതും മണ്ണടിയിൽ തന്നെയാണ്. വേലുത്തമ്പി ദളവയുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മണ്ണടിയിൽ തന്നെയാണ്. ഇനി വേലുത്തമ്പിക്ക് ശേഷം ദളവയായത് ഉമ്മിണിത്തമ്പിയാണ്. വേലുത്തമ്പിക്ക് ശേഷം ദളവയായത് ഉമ്മിണിത്തമ്പി. കുണ്ടറ വിളംബരം വർഷം 1809 ജനുവരി 11. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 1857 കലാപവുമായി ബന്ധപ്പെട്ട ശരിയായ ജോഡി തിരഞ്ഞെടുക്കാനാണ്. 1857 കലാപം ആരംഭിച്ചത് മീററ്റിലാണ്. 1857 കലാപത്തെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിളിക്കുന്നു. 1857 കലാപത്തിൽ ശിപായിമാർ പങ്കെടുത്തിരുന്നില്ല. ഇതിൽ ശരിയായ ജോഡിയാണ് വേണ്ടത്. ഉത്തരം ഓപ്ഷൻ ബി ആണ്. 1ഉം 2ഉം ശരിയാണ്. 1857 കലാപം ആരംഭിച്ചത് മീററ്റിലാണ്. ശരിയാണ്. 1857 കലാപത്തെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിളിക്കുന്നു. അത് രണ്ടും ശരിയാണ്. ഓക്കെ. 1857 മെയ് 10 മീററ്റിലാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നറിയപ്പെടുന്ന 1857 കലാപം പൊട്ടിപ്പുറപ്പെട്ടത്. എപ്പോഴും ചോദിക്കാറുള്ളതാണ്. 1857 മെയ് 10 മീററ്റിലാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നറിയപ്പെടുന്ന കലാപം പൊട്ടിപ്പുറപ്പെട്ടത്. ഓക്കെ. ഇനി 1857 വിപ്ലവ സമയത്തെ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആരാണെന്ന് എപ്പോഴും ചോദിക്കാറുണ്ട്. ഉത്തരം കാനിങ് പ്രഭുവാണ്. 1857 വിപ്ലവകാലത്ത് സമയത്ത് ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആരായിരുന്നു? കാനിങ് പ്രഭുവായിരുന്നു. ഓക്കെ. നമുക്ക് എപ്പോഴും പി എസ് സി ചോദിക്കാറുള്ള 1857 വിപ്ലവത്തിലെ കലാപ പ്രദേശങ്ങളും അതിന് നേതൃത്വം കൊടുത്തവരും എപ്പോഴും ചോദിക്കാറുള്ളത് അതൊന്ന് നോക്കാം. ലക്നൌവിലും ആഗ്രയിലും അവധിലും. ലക്നൗ, ആഗ്ര, അവധ്. ഇവിടെ കലാപത്തിന് നേതൃത്വം നൽകിയത് ബീഗം ഹസ്രത്ത് മഹലാണ്. ലക്നൗ, ആഗ്ര, അവധ് നേതൃത്വം കൊടുത്തത് ആരാണ്? ബീഗം ഹസ്രത്ത് മഹൽ. ഇനി ഫൈസാബാദിൽ നേതൃത്വം കൊടുത്തത് മൗലവി അഹമ്മദുള്ള. ഫൈസാബാദിൽ മൗലവി അഹമ്മദുള്ളയാണ്. മീററ്റിൽ നേതൃത്വം കൊടുത്തത് കദം സിംഗ് ആണ്. മീററ്റിൽ ആരാണ്? കദം സിംഗ് ആണ്. ഇനി മധുര, തമിഴ്നാട്ടിലെ മധുരയിൽ നേതൃത്വം കൊടുത്തത് ദേവി സിംഗ് ആണ്. മധുരയിൽ നേതൃത്വം കൊടുത്തത് ദേവി സിംഗ്. ഇനി ഡൽഹിയിൽ നേതൃത്വം കൊടുത്തത്, ഡൽഹിയിൽ കലാപത്തിന് നേതൃത്വം കൊടുത്തത് ജനറൽ ഭക്ത് ഖാനും അതേപോലെ ബഹദൂർ ഷാ സെക്കൻഡും. ഡൽഹിയിൽ നേതൃത്വം കൊടുത്തത് ജനറൽ ഭക്ത് ഖാനും ബഹദൂർ ഷാ സെക്കൻഡുമാണ്. ഓക്കെ. ഇനി ഹരിയാനയിൽ നേതൃത്വം കൊടുത്തത് റാവു തുലാറാം. ഹരിയാനയിൽ നേതൃത്വം കൊടുത്തത് റാവു തുലാറാമാണ്. ഝാൻസിയിലും ഗ്വാളിയോറിലും നേതൃത്വം കൊടുത്തത് റാണി ഗൗരി ലക്ഷ്മിബായി ആണ്. ഝാൻസിയിലും ഗ്വാളിയോറിലും നേതൃത്വം കൊടുത്തത് ആരാണ്? റാണി ഗൗരി ലക്ഷ്മിബായി ആണ്. ഓക്കെ. ബീഹാറിലും ജഗദീഷ്പൂരിലും നേതൃത്വം കൊടുത്തത് കൻവർ സിംഗ് ആണ്. ബീഹാറിലും ജഗദീഷ്പൂരിലും നേതൃത്വം കൊടുത്തത് കൻവർ സിംഗ് ആണ്. കാൺപൂരിൽ നേതൃത്വം കൊടുത്തത് നാനാ സാഹിബും താന്തിയ തോപ്പിയുമാണ്. കാൺപൂരിൽ നേതൃത്വം കൊടുത്തത് നാനാ സാഹിബും താന്തിയ തോപ്പിയും. ഓക്കെ.
അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഐക്യരാഷ്ട്ര സംഘടനയുടെ പ്രധാന ഘടകങ്ങളിൽ ഉൾപ്പെടാത്തത്. ഐക്യരാഷ്ട്ര സംഘടനയുടെ പ്രധാന ഘടകങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ജനറൽ അസംബ്ലി, INA, സെക്യൂരിറ്റി കൗൺസിൽ. ഉത്തരം ഓപ്ഷൻ ബി ആണ്. INA ആണ് ഇതിൽ പെടാത്തത്. INA ആണ് പെടാത്തത്. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഓക്കെ. ഐക്യരാഷ്ട്രസഭ അല്ലെങ്കിൽ UNO രൂപീകരിച്ച വർഷം 1945 ഒക്ടോബർ 24-ലാണ്. UNO രൂപീകരിച്ച വർഷം 1945 ഒക്ടോബർ 24-ലാണ്. UN-ന്റെ ആസ്ഥാനം ന്യൂയോർക്കിലെ മാൻഹട്ടനാണ്. UN-ന്റെ ആസ്ഥാനം എപ്പോഴും ചോദിക്കാറുണ്ട്. UN-ന്റെ ആസ്ഥാനം ന്യൂയോർക്കിലെ മാൻഹട്ടനാണ്. ഓക്കെ. ഇനി UN-ലെ ഘടകങ്ങൾ 6 ഘടകങ്ങളാണ് ഉണ്ടായിരുന്നത്. നിലവിൽ ഇപ്പോൾ 5 ഉള്ളൂ. UN-ലെ ഘടകങ്ങൾ 6 ഏതൊക്കെയാണ്? പൊതുസഭ അല്ലെങ്കിൽ ജനറൽ അസംബ്ലി, രക്ഷാസമിതി അല്ലെങ്കിൽ സെക്യൂരിറ്റി കൗൺസിൽ, സാമ്പത്തിക സാമൂഹിക സമിതി, ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ, അന്താരാഷ്ട്ര നീതിന്യായ കോടതി, സെക്രട്ടേറിയറ്റ്. ഇങ്ങനെ 6 ഘടകങ്ങളാണ് UN-നുള്ളത്. ഐക്യരാഷ്ട്ര സംഘടനയ്ക്ക് പ്രധാന ഘടകങ്ങൾ 6 ഏതൊക്കെയാണ്? 1 പൊതുസഭ, 2 രക്ഷാസമിതി, 3 സാമ്പത്തിക സാമൂഹിക സമിതി, 4 ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ, 5 അന്താരാഷ്ട്ര നീതിന്യായ കോടതി, 6 സെക്രട്ടേറിയറ്റ്. ഇതിൽ നിലവിലിപ്പോൾ 5 ഘടകങ്ങളേ ഉള്ളൂ. ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ എന്ന ഘടകം ഇപ്പോൾ പ്രവർത്തനരഹിതമാണ്. ഓക്കെ. നിലവിൽ 5 ഘടകം മാത്രമാണുള്ളത്. 1994 മുതൽ ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ എന്ന ഘടകം പ്രവർത്തനരഹിതമാണ്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ട ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. സൺ യാറ്റ് സെൻ, കുമിന്താങ്, മാവോ സെത്തുങ്, ലോങ് മാർച്ച്, മുസോളനി, റെഡ് ഷർട്ട്സ്. ഇതിൽ ശരിയായ ജോഡിയാണ് വേണ്ടത്. ഉത്തരം ഓപ്ഷൻ ബി ആണ്. 1ഉം 2ഉം ശരിയാണ്. സൺ യാറ്റ് സെൻ, കുമിന്താങ് ശരിയാണ്. മാവോ സെത്തുങ്, ലോങ് മാർച്ച് ശരിയാണ്. ഓക്കെ. ചൈനീസ് വിപ്ലവം നടന്ന വർഷം ചോദിക്കാറുണ്ട്. ചൈനീസ് വിപ്ലവം നടന്നത് 1911-ലാണ്. 1911-ലാണ് ചൈനീസ് വിപ്ലവം നടന്നത്. കുമിന്താങ് പാർട്ടിയുടെ നേതാവായിരുന്നു സൺ യാറ്റ് സെൻ. ഇനി 1934-ലാണ് ലോങ് മാർച്ച് മാവോ സെത്തുങ്ങിൻ്റെ നേതൃത്വത്തിൽ നടന്നത്. 1934 വർഷം ചോദിച്ചിട്ടുണ്ട് ലോങ് മാർച്ച്. 1934-ലാണ് മാവോ സെത്തുങ്ങിൻ്റെ നേതൃത്വത്തിൽ ലോങ് മാർച്ച് നടന്നത്. ഓക്കെ. ചൈനയിലെ മഞ്ചു രാജവംശത്തിനെതിരെ നടന്ന വിപ്ലവമാണ് ചൈനീസ് വിപ്ലവം. 1911 ചൈനയിലെ മഞ്ചു രാജവംശത്തിനെതിരെ സൺ യാറ്റ് സെന്നിൻ്റെ നേതൃത്വത്തിലാണ് നടന്നത്. 1911. ഓക്കെ. ഇനി ചൈന ജനകീയ റിപ്പബ്ലിക്കായ വർഷം ചോദിക്കാറുണ്ട്. ചൈന ജനകീയ റിപ്പബ്ലിക്കായ വർഷം 1949 ഒക്ടോബർ 1-നാണ്. ചൈന ജനകീയ റിപ്പബ്ലിക്കായതെന്നാണ് 1949 ഒക്ടോബർ 1-നാണ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ബുദ്ധമതവുമായി ബന്ധപ്പെട്ട ശരിയായ ആശയങ്ങൾ തിരഞ്ഞെടുത്തെഴുതുക. ത്രിരത്നങ്ങൾ, അഷ്ടാംഗമാർഗം, 4 മഹത് സത്യങ്ങൾ. ഇതിൽ ബുദ്ധമതവുമായി ബന്ധപ്പെട്ട ശരിയായ ആശയം എടുത്തെഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ എ ആണ്. 2ഉം 3ഉമാണ് ശരിയായത്. അഷ്ടാംഗമാർഗവും 4 മഹത് സത്യവും. ഓക്കെ. ഓപ്ഷൻ എ ആണ് ശരി. അടുത്ത ക്വസ്റ്റ്യൻ. ഐക്യ കേരള രൂപീകരണത്തിന് ശേഷം കേരളത്തിൽ മുഖ്യമന്ത്രി പദത്തിൽ ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി അധികാരത്തിലിരുന്നതിൻ്റെ റെക്കോർഡ് പിണറായി വിജയൻ്റെ പേരിലാണ്. ആരുടെ റെക്കോർഡാണ് പിണറായി മറികടന്നത്? ഉമ്മൻചാണ്ടി, കെ കരുണാകരൻ, സി അച്യുതമേനോൻ, ഇ.കെ. നായനാർ. ഉത്തരം ഓപ്ഷൻ സി ആണ്. സി അച്യുതമേനോൻ. സി അച്യുതമേനോൻ്റെ റെക്കോർഡാണ് പിണറായി മറികടന്നത്. ഓക്കെ. ഓപ്ഷൻ സി അച്യുതമേനോൻ. അടുത്ത ക്വസ്റ്റ്യൻ. 2 പ്രസ്താവന തന്നിട്ടുള്ളത് ശരിയായത് ഏതെന്നാണ് ചോദ്യം. വർഷം മുഴുവൻ സൂര്യരശ്മികൾ ലംബമായി പതിക്കുന്ന മേഖലയാണ് മധ്യന്യൂനമർദ്ദ മേഖല. സൂര്യൻ്റെ ചൂടേറ്റ് വായു വികസിക്കുകയും വൻതോതിൽ ഉയരുകയും ചെയ്യുന്നതാണ് മധ്യരേഖയിൽ ന്യൂനമർദ്ദം അനുഭവപ്പെടാൻ കാരണം. ഇതിൽ ശരിയായിട്ടുള്ള പ്രസ്താവന ഏതെന്നാണ്? 2 പ്രസ്താവനകളും ശരിയാണ്. ഓക്കെ. ഓപ്ഷൻ ഡി ആണ് ആൻസർ. 2 പ്രസ്താവനകളും ശരിയാണ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിൽ കൈതച്ചക്ക ഗവേഷണ കേന്ദ്രം പ്രവർത്തിക്കുന്നത് എവിടെ? വാഴക്കുളം, പീലിക്കോട്, ശാന്തൻപാറ, ഓടക്കാലി. ഉത്തരം ഓപ്ഷൻ എ ആണ്. വാഴക്കുളത്താണ്. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിൽ കൈതച്ചക്ക ഗവേഷണ കേന്ദ്രം പ്രവർത്തിക്കുന്നത് വാഴക്കുളത്താണ്. ഓക്കെ. ഓപ്ഷൻ എ ആണ് ആൻസർ. നമുക്ക് PSC സ്ഥിരമായിട്ട് ചോദിക്കുന്ന കുറച്ച് കാർഷിക ഗവേഷണ കേന്ദ്രങ്ങളും അതിൻ്റെ ആസ്ഥാനങ്ങളും നോക്കാം. ഇഞ്ചി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് അമ്പലവയലാണ്. ഇഞ്ചി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് അമ്പലവയലാണ്. കാപ്പി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ചുണ്ടയിലാണ്, വയനാട്ടിൽ. കാപ്പി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ചുണ്ടയിലാണ്. ഇനി സുഗന്ധവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോടാണ്. സുഗന്ധവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട്. ഏത്തവാഴ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കണ്ണാറ. തൃശ്ശൂരിലെ കണ്ണാറയിലാണ് ഏത്തവാഴ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. ഇനി ഓപ്ഷനിലുള്ള ഓടക്കാലി. പുൽത്തൈല ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ഓടക്കാലിയിലാണ്.
പുൽത്തൈല ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ഓടക്കാലി, എറണാകുളം. ഓക്കെ. ഇനി കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ശ്രീകാര്യം, തിരുവനന്തപുരം. കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം ശ്രീകാര്യം, തിരുവനന്തപുരത്താണ്. തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡാണ്. തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡ്. വന ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂരിലെ പീച്ചിയിലാണ്. വന ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് പീച്ചി, തൃശ്ശൂർ. ഓക്കെ, ഇത്ര ഓർത്തേക്ക്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കാൽസ്യം കാർബണേറ്റ്, മഗ്നീഷ്യം, പൊട്ടാഷ് എന്നിവയുടെ സാന്നിധ്യം ഉള്ളതും ഫോസ്ഫറസിന്റെ സാന്നിധ്യം കുറവും ആണ്. വേനൽക്കാലത്ത് വിണ്ടുകീറി വിള്ളലുണ്ടാവുന്നു. പ്രസ്താവനകൾക്ക് യോജിക്കുന്ന മണ്ണിനം ഏതെന്നാണ് ക്വസ്റ്റ്യൻ. എക്കൽ മണ്ണ്, ലാറ്ററൈറ്റ് മണ്ണ്, കറുത്ത മണ്ണ്, വനമണ്ണ്. ഉത്തരം ഓപ്ഷൻ സി ആണ്, കറുത്ത മണ്ണാണ്. ഓക്കെ, കറുത്ത മണ്ണ് പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണാണ് കറുത്ത മണ്ണ്. റിഗർ, ചെർണോസം എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന മണ്ണും കറുത്ത മണ്ണാണ്. ചോദിച്ചിട്ടുണ്ട്. റിഗർ, ചെർണോസം എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന മണ്ണ് ഏതാണ്? കറുത്ത മണ്ണാണ്. ഓക്കെ, നിലക്കടലയ്ക്കും പരുത്തിക്കുമാണ് കറുത്ത മണ്ണ് ഏറ്റവും അനുയോജ്യം. നിലക്കടല കൃഷിക്കും പരുത്തി കൃഷിക്കും ഏറ്റവും അനുയോജ്യമായ മണ്ണ് കറുത്ത മണ്ണ്, ബ്ലാക്ക് സോയില്, റിഗർ, ചെർണോസം എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്നു. ഇനി ലാറ്ററൈറ്റ് മണ്ണാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം. ചോദിച്ചിട്ടുണ്ട്. കേരളത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മണ്ണിനം ഏതാണ്? ലാറ്ററൈറ്റ് മണ്ണാണ്. ഓക്കെ, ഇനി എക്കൽ മണ്ണിനെ കുറിച്ച് ചോദിക്കാറുള്ളത് നെൽകൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ്. നെൽകൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണാണ് എക്കൽ മണ്ണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കെയ്ബിൾ ലംജാവോ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത്? കെയ്ബിൾ ലംജാവോ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത്? മിസോറം, മണിപ്പൂർ, സിക്കിം, മേഘാലയ. ഉത്തരം ഓപ്ഷൻ ബി ആണ്, മണിപ്പൂരാണ് കെയ്ബിൾ ലംജാവോ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. ഓക്കെ, ലോകത്തിലെ ഏക ഒഴുകുന്ന ഉദ്യാനമാണ് കെയ്ബിൾ ലംജാവോ ദേശീയോദ്യാനം. ഓക്കെ, മണിപ്പൂരിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇനി ഓപ്ഷനിലുള്ള മിസോറാമിലാണ് മിസോ കുന്നുകളും ലുഷായ് കുന്നുകളും സ്ഥിതി ചെയ്യുന്നത്. ലുഷായ് കുന്നുകൾ ചോദിക്കാറുണ്ട്. ലുഷായ് കുന്നുകളും മിസോ കുന്നുകളും സ്ഥിതി ചെയ്യുന്നത് മിസോറാമിലാണ്. മിസോറാമിന്റെ തലസ്ഥാനം ഐസ്വാളാണ്. ഓക്കെ, ഇനി മേഘാലയ ചിറാപുഞ്ചി ഏറ്റവും മഴ ലഭിക്കുന്ന പ്രദേശമായ മൗസിൻഡ്രസ് സ്ഥിതി ചെയ്യുന്നത് മേഘാലയയിലാണ്. ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന മൗസിൻഡ്രസ് സ്ഥിതി ചെയ്യുന്നത് മേഘാലയയിലാണ്. ഇനി ചിറാപുഞ്ചിയും മേഘാലയയിൽ തന്നെയാണ്. ചിറാപുഞ്ചിയുടെ പുതിയ പേര് സൊഹ്റ എന്നാണ്. ചിറാപുഞ്ചിയുടെ പുതിയ പേര് സൊഹ്റ എന്നാണ്. ഓക്കെ, ഇനി സിക്കിമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ലോകത്തിലെ മൂന്നാമത്തെ വലിയ കൊടുമുടിയായ കാഞ്ചൻജംഗ സ്ഥിതി ചെയ്യുന്നത് സിക്കിമിലാണ്. സിക്കിമിനും നേപ്പാളിനും ഇടയ്ക്കാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? ലോകത്തെ മൂന്നാമത്തെ വലിയ കൊടുമുടിയായ കാഞ്ചൻജംഗ സ്ഥിതി ചെയ്യുന്നത്. കാഞ്ചൻജംഗയുടെ ഉയരം 85-86 മീറ്ററാണ്. 8586 85-86 മീറ്ററാണ് കാഞ്ചൻജംഗയുടെ ഉയരം. ഓക്കെ, നാഥുല ചുരം സ്ഥിതി ചെയ്യുന്നത് സിക്കിമിലാണ്. സിക്കിമിനെയും ടിബറ്റിനെയും ബന്ധിപ്പിക്കുന്ന ചുരമാണ് നാഥുല ചുരം. ഓക്കെ, നാഥുല ചുരം സിക്കിമിനെയും ടിബറ്റിനെയും ബന്ധിപ്പിക്കുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഉത്തര മഹാസമതലത്തിലും പഞ്ചാബിലും ശൈത്യകാല വിളകൾക്ക് പ്രയോജനകരമായ ശൈത്യകാല മഴ ലഭിക്കുന്നതിന് കാരണമായ പ്രതിഭാസം ഏത്? ഉത്തര മഹാസമതലത്തിലും പഞ്ചാബിലും ശൈത്യകാല വിളകൾക്ക് പ്രയോജനം ലഭിക്കുന്ന ശൈത്യകാല മഴ ലഭിക്കുന്നതിന് കാരണമായ പ്രതിഭാസം. പശ്ചിമ അസ്വസ്ഥത, ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റ്, കാൽ ബൈശാഖി, മൺസൂൺ. ഉത്തരം ഓപ്ഷൻ എ ആണ്, പശ്ചിമ അസ്വസ്ഥതയാണ്. ഓപ്ഷൻ എ ആണ് ആൻസർ, പശ്ചിമ അസ്വസ്ഥത. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഉപഗ്രഹ വിദൂര സംവേദനത്തിൽ വസ്തു പ്രതിഫലിപ്പിക്കുന്ന ഊർജത്തിന്റെ അളവാണ് സംവേദകങ്ങൾ പകർത്തുക. ഇത് എന്ത് പേരിലാണ് അറിയപ്പെടുക? ഉപഗ്രഹ വിദൂര സംവേദനത്തിൽ വസ്തു പ്രതിഫലിപ്പിക്കുന്ന ഊർജത്തിന്റെ അളവാണ് സംവേദകങ്ങൾ പകർത്തുക. ഈ ഊർജത്തിന്റെ അളവിനെ എന്ത് പേരിലാണ് അറിയപ്പെടുക എന്നാണ് ക്വസ്റ്റ്യൻ. സ്റ്റീരിയോസ്കോപ്പിക് വിഷൻ, സ്പെഷ്യൽ റെസൊല്യൂഷൻ, സ്പെക്ട്രൽ സിഗ്നേച്ചർ, ഓവർലാപ്പ്. ഉത്തരം ഓപ്ഷൻ സി ആണ്, സ്പെക്ട്രൽ സിഗ്നേച്ചർ എന്നാണ് അറിയപ്പെടുന്നത്. ഊർജത്തിന്റെ അളവ് സ്പെക്ട്രൽ സിഗ്നേച്ചർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പ്ലാനിംഗ് കമ്മീഷന് പകരം നിലവിൽ വന്ന നീതി ആയോഗ് ഇന്ത്യയുടെ വികസനത്തിനായി വിഭാവനം ചെയ്ത പ്രധാന പദ്ധതികളിൽ അനുയോജ്യമല്ലാത്തത് ഏത്? ADP ആസ്പിറേഷണൽ ഡിസ്ട്രിക്ട് പ്രോഗ്രാം, AIM അടൽ ഇന്നൊവേഷൻ മിഷൻ, SDG ഇന്ത്യ ഇൻഡെക്സ്, ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ ലെക്ചർ സീരീസ്. ഇതിൽ അനുയോജ്യമല്ലാത്തത് ഏതെന്നാണ് ക്വസ്റ്റ്യൻ. ഉത്തരം ഓപ്ഷൻ സി ആണ്, എല്ലാം അനുയോജ്യമാണ്. ഓപ്ഷൻ സി ആണ് ആൻസർ, എല്ലാം അനുയോജ്യമാണ്. ഓക്കെ, നീതി ആയോഗിന്റെ ഫുൾ ഫോം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ എന്നാണ് ചോദിച്ചിട്ടുണ്ട്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ എന്നാണ് നീതി ആയോഗിന്റെ ഫുൾ ഫോം.
ഓക്കെ. പ്ലാനിംഗ് കമ്മീഷന് പകരം വന്ന നീതി ആയോഗിൻ്റെ ഫുൾ ഫോം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ. നീതി ആയോഗ് നിലവിൽ വന്ന വർഷം റിപ്പീറ്റിംഗ് ക്വസ്റ്റ്യൻ ആണ്. 2015 ജനുവരി 1-നാണ് നീതി ആയോഗ് നിലവിൽ വന്നത്. നീതി ആയോഗ് നിലവിൽ വന്ന വർഷം 2015 ജനുവരി 1. ആസ്ഥാനം ന്യൂഡൽഹി. ഓക്കെ. നീതി ആയോഗിൻ്റെ ആദ്യത്തെ അധ്യക്ഷൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. ആദ്യ വൈസ് ചെയർമാൻ അരവിന്ദ് പനഗരിയാണ്. ആദ്യത്തെ അധ്യക്ഷൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, വൈസ് അധ്യക്ഷൻ അരവിന്ദ് പനഗരിയാണ്. ആദ്യത്തെ CEO സിന്ധുശ്രീ കുളറാണ്. ആദ്യത്തെ CEO സിന്ധുശ്രീ കുളറാണ്. ഇനി നിലവിലെ CEO BVR സുബ്രഹ്മണ്യമാണ്. നിലവിലെ CEO BVR സുബ്രഹ്മണ്യനും നിലവിലെ വൈസ് ചെയർമാൻ സുമൻ ബെറിയുമാണ്. നീതി ആയോഗിൻ്റെ നിലവിലെ വൈസ് ചെയർമാൻ സുമൻ ബെറി. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഉൽപാദന പ്രക്രിയയിൽ പങ്കെടുക്കുന്ന അധ്വാനശേഷിയുള്ള ജനങ്ങളാണ് മാനവ വിഭവം. മാനവ വിഭവത്തെ മനുഷ്യ മൂലധനമാക്കി മാറ്റുന്നതിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് ഏതൊക്കെയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വിദ്യാഭ്യാസം, ആരോഗ്യം, കുടിയേറ്റം, തൊഴിൽ പരിശീലനം, വിവരലഭ്യത. ഉത്തരം ഓപ്ഷൻ D ആണ്. എല്ലാം ശരിയാണ്. ഓക്കെ. വിദ്യാഭ്യാസം, ആരോഗ്യം, കുടിയേറ്റം, തൊഴിൽ പരിശീലനം, വിവരലഭ്യത എല്ലാം ശരിയാണ്. ഓക്കെ. അടുത്തത് ചേരുംപടി ചേർക്കുക. സാമ്പത്തിക നയവും വിവരണവും. ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം. ഇതിൽ കറക്റ്റായിട്ടുള്ള ചേരുംപടി ഏതെന്നാണ് ക്വസ്റ്റ്യൻ. ഉത്തരം ഓപ്ഷൻ B ആണ്. A2, B3, C1. A2 ഉദാരവൽക്കരണം. ബിസിനസ് രംഗത്ത് ഗവൺമെൻറ് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ പരമാവധി കുറയ്ക്കുക. അതാണ് ഉദാരവൽക്കരണം. ഇനി ഓപ്ഷൻ B3 ആണ്. B3 സ്വകാര്യവൽക്കരണം. ഗവൺമെൻറ് ഉടമസ്ഥതയിലുള്ള കമ്പനികൾ സ്വകാര്യ മേഖലയിലേക്ക് വിറ്റഴിക്കുക. C ആഗോളവൽക്കരണം. വിദേശ വ്യാപാരം വർദ്ധിപ്പിക്കുക. ഓപ്ഷൻ B ആണ് ആൻസർ. ഓക്കെ. 1991 ന്യൂ എക്കണോമിക് പോളിസി. 1991 പുത്തൻ സാമ്പത്തിക നയത്തിൻ്റെ ലക്ഷ്യങ്ങളായിരുന്നു ഉദാരവൽക്കരണവും സ്വകാര്യവൽക്കരണവും ആഗോളവൽക്കരണവും. LPG. ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം എന്നിവയായിരുന്നു 1991 പുത്തൻ സാമ്പത്തിക നയത്തിൻ്റെ ലക്ഷ്യങ്ങൾ. ഓക്കെ. പുത്തൻ സാമ്പത്തിക നയവുമായി ബന്ധപ്പെട്ട ക്ലാസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ പ്ലേലിസ്റ്റ് നോക്കി കണ്ടേക്കണേ. ഇമ്പോർട്ടൻ്റ് ആണ്, എപ്പോഴും ചോദിക്കാറുള്ളതാണ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ ചേരുംപടി ചേർക്കാൻ തന്നെയാണ്. പ്രകടമായ തൊഴിലില്ലായ്മ, ഘടനാപരമായ തൊഴിലില്ലായ്മ, കാലികമായ തൊഴിലില്ലായ്മ, പ്രച്ഛന്ന തൊഴിലില്ലായ്മ. അത് കറക്റ്റായിട്ടുള്ള ആൻസർ ഓപ്ഷൻ B ആണ്. A3, B4, C1, D2. A3 പ്രകടമായ തൊഴിലില്ലായ്മ. 3 തൊഴിൽ ചെയ്യാൻ സന്നദ്ധരായിട്ട് തൊഴിൽ ലഭിക്കാത്ത അവസ്ഥ. ഇനി B4 ആണ്. B4 സാങ്കേതിക വിദ്യയുടെ, അതായത് ഘടനാപരമായ തൊഴിലില്ലായ്മ പറഞ്ഞു. ഘടനാപരമായ തൊഴിലില്ലായ്മയാണ് B. സാങ്കേതിക വിദ്യയുടെ പ്രയോഗം മൂലം തൊഴിൽ നഷ്ടമാകുന്ന അവസ്ഥ. C കാലിക തൊഴിലില്ലായ്മ. C1 ആണ്. പ്രത്യേക കാലത്ത് മാത്രം തൊഴിൽ ലഭിക്കുകയും മറ്റു സമയം തൊഴിലില്ലാതാവുകയും ചെയ്യുക. ഓക്കെ. അടുത്തത് പ്രച്ഛന്ന തൊഴിലില്ലായ്മ. D2 ആണ്. വേണ്ടതിലധികം ആളുകൾ ഒരു തൊഴിലിൽ ഏർപ്പെടുന്നു. അതാണ് പ്രച്ഛന്ന തൊഴിലില്ലായ്മ. ഓക്കെ. ഓപ്ഷൻ B ആണ് ആൻസർ. അടുത്തതും ചേരുംപടി ചേർക്കാനാണ്. പഞ്ചവത്സര പദ്ധതികളും അതിൻ്റെ പ്രത്യേകതകളുമാണ് കൊടുത്തിരിക്കുന്നത്. 1-ാം പഞ്ചവത്സര പദ്ധതി, 2-ാം പഞ്ചവത്സര പദ്ധതി, 3-ാം പഞ്ചവത്സര പദ്ധതി, 9-ാം പദ്ധതി. ഇതിൽ കറക്റ്റായിട്ട് ചേർത്തിട്ടുള്ളത് ഏതാണെന്ന ചോദ്യം. ഉത്തരം ഓപ്ഷൻ A ആണ്. A2, B3, C1, D4, E5. ഓപ്ഷൻ A ആണ് ആൻസർ. A2 1-ാം പഞ്ചവത്സര പദ്ധതി. A2 1-ാം പഞ്ചവത്സര പദ്ധതി കൃഷിക്ക് പ്രാധാന്യം നൽകി. 2-ാം പഞ്ചവത്സര പദ്ധതി എന്താണ്? PC മഹൽനോബിസ് മോഡൽ എന്നറിയപ്പെടുന്നു. ഇനി അടുത്തത് 3-ാം പഞ്ചവത്സര പദ്ധതിയാണ്. C1 ആണ്. എന്താണ് 3-ാം പഞ്ചവത്സര പദ്ധതി? ഗാഡ്ഗിൽ യോജന. ഇനി 9-ാം പഞ്ചവത്സര പദ്ധതി D4 സാമൂഹ്യ നീതിയിലും സമത്വത്തിലും അധിഷ്ഠിതമായ വളർച്ച. അടുത്തത് 11-ാം പഞ്ചവത്സര പദ്ധതി E5 ആണ്. ഇൻക്ലൂസീവ് ഗ്രോത്ത്. ഓക്കെ. നമ്മൾ പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ട ക്ലാസ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ പ്ലേലിസ്റ്റ് നോക്കി കണ്ടേക്കണേ. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. ഒരു ബജറ്റിലെ മൊത്തം ചെലവിൽ നിന്ന് മൊത്തം വരവ് കുറച്ചാൽ കിട്ടുന്നതാണ് ബജറ്റ് കമ്മി. അതേസമയം കടം വാങ്ങൽ ഒഴികെയുള്ള മൊത്തം ചെലവിൽ നിന്ന് കുറച്ചാൽ കിട്ടുന്നതാണ് ധനക്കമ്മി. ഇന്ത്യയുടെ യൂണിയൻ ബഡ്ജറ്റ് 2024-25 യൂണിയൻ ബഡ്ജറ്റ് 2024-25 പ്രകാരം GDPയുടെ എത്ര ശതമാനമാണ് ധനക്കമ്മി? 2024-25 പ്രകാരം GDPയുടെ എത്ര ശതമാനമാണ് ധനക്കമ്മി? ഉത്തരം ഓപ്ഷൻ B ആണ്. 5.1%. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. യൂണിയൻ ബജറ്റ് 2024-25 പ്രകാരം പ്രഖ്യാപിക്കപ്പെട്ട റെയിൽവേ കോറിഡോറുകളിൽ ഉൾപ്പെടാത്തത് ഏതെന്നാണ്? ഊർജ്ജം, ധാതുസമ്പത്ത്, സിമൻറ്റ് കോറിഡോർ, തുറമുഖങ്ങളെ ബന്ധിപ്പിക്കുന്ന കോറിഡോർ, ഉയർന്ന ട്രാഫിക്
ഡെൻസിറ്റി കൊറിഡോർ, സമുദ്രോൽപ്പന്നങ്ങൾ സുഗന്ധദ്രവ്യങ്ങൾ കൊറിഡോർ. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, സമുദ്രോൽപ്പന്നങ്ങൾ സുഗന്ധദ്രവ്യങ്ങൾ കൊറിഡോർ. ഇതാണ് ഉൾപ്പെടാത്തത്. ബാക്കി 3 പെടുന്നതാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പഞ്ചായത്ത് രാജ് സമ്പ്രദായത്തിൽ ത്രിതല പഞ്ചായത്തിന് പകരം ദ്വിതല പഞ്ചായത്ത് ശുപാർശ ചെയ്ത കമ്മിറ്റി ഏത്? പി.കെ. തുങ്കൻ കമ്മിറ്റി, അശോക് മേത്ത കമ്മിറ്റി, ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി, കാൽക്കലേക്കർ കമ്മിറ്റി. ഉത്തരം ഓപ്ഷൻ ബി ആണ്, അശോക് മേത്ത കമ്മിറ്റിയാണ്. പഞ്ചായത്ത് രാജ് സമ്പ്രദായത്തിൽ ത്രിതല പഞ്ചായത്തിന് പകരം ദ്വിതല പഞ്ചായത്ത് ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണ്? അശോക് മേത്ത കമ്മിറ്റിയാണ്. ഓക്കെ, പഞ്ചായത്ത് രാജിന്റെ പിതാവെന്നറിയപ്പെടുന്നത് ബൽവന്ത് റായ് മേത്തയാണ്. പഞ്ചായത്ത് രാജിന്റെ പിതാവെന്നറിയപ്പെടുന്നത് ബൽവന്ത് റായ് മേത്തയാണ്. ബൽവന്ത് റായ് കമ്മിറ്റി വർഷം 1957 വർഷമൊക്കെ ചോദിക്കാറുള്ളതാണ്. ബൽവന്ത് റായ് കമ്മിറ്റിയുടെ വർഷം 1957. അതിൻ്റെ ശുപാർശ പ്രകാരം 1957 ബൽവന്ത് റായ് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് ത്രിതല പഞ്ചായത്ത് ശുപാർശ ചെയ്തത്. ത്രിതല പഞ്ചായത്ത് ശുപാർശ ചെയ്ത കമ്മിറ്റി ബൽവന്ത് റായ് കമ്മിറ്റിയാണ്. അശോക് മേത്ത കമ്മിറ്റി 1977 വർഷം. അശോക് മേത്ത കമ്മിറ്റി വർഷം 1977. അശോക് മേത്ത കമ്മിറ്റിയാണ് ത്രിതല പഞ്ചായത്തിന് പകരം ദ്വിതല പഞ്ചായത്തിന് ശുപാർശ ചെയ്തത്. ഓക്കെ, ജില്ലാ പഞ്ചായത്തെന്നും മണ്ഡൽ പഞ്ചായത്തെന്നും 2 ഓക്കെ, അങ്ങനെ ദ്വിതല പഞ്ചായത്തിന് നേതൃത്വം നൽകിയത് 1977 അശോക് മേത്ത കമ്മിറ്റിയാണ്. ഇനി പി.കെ. തുങ്കൻ കമ്മിറ്റി എപ്പോഴും ചോദിക്കാറുണ്ട്. 1989 പി.കെ. തുങ്കൻ കമ്മിറ്റിയാണ് പഞ്ചായത്ത് രാജിന് ഭരണഘടനാ പദവി ശുപാർശ ചെയ്തത്. പഞ്ചായത്ത് രാജിന് ഭരണഘടനാ പദവി ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണ്? 1989 പി.കെ. തുങ്കൻ കമ്മിറ്റി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ആമുഖം ഭരണഘടനയുടെ താക്കോലാണെന്ന് പറഞ്ഞത് ആരാണ്? ആമുഖം ഭരണഘടനയുടെ താക്കോലാണെന്ന് പറഞ്ഞത് ആര്? സർദാർ വല്ലഭായ് പട്ടേൽ, ഗാന്ധിജി, ജവഹർലാൽ നെഹ്റു, അംബേദ്കർ. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, അംബേദ്കർ ആണ് ആമുഖം ഭരണഘടനയുടെ താക്കോലാണെന്ന് പറഞ്ഞത്. ഓക്കെ, ഇന്ത്യയിലെ മൗലിക അവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേലാണ്. മൗലിക അവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേൽ. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് ജവഹർലാൽ നെഹ്റു ആണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി ഡോക്ടർ B.R. അംബേദ്കർ ആണ്. എന്നാൽ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിന്റെ ശില്പി ജവഹർലാൽ നെഹ്റു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അംഗങ്ങളുടെ കൂറുമാറ്റം നിർത്തലാക്കിയ ഭരണഘടനാ ഭേദഗതി ഏത്? 44 ഭരണഘടനാ ഭേദഗതി, 42 ഭരണഘടനാ ഭേദഗതി, 71 ഭേദഗതി, 52 ഭേദഗതി. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, 52 ഭേദഗതി. 1985 52 ഭരണഘടനാ ഭേദഗതിയാണ് അംഗങ്ങളുടെ കൂറുമാറ്റം നിർത്തലാക്കിയ ഭരണഘടനാ ഭേദഗതി. ഓപ്ഷൻ ഡി 52 ഭരണഘടനാ ഭേദഗതി. ഇനി 44 ഭേദഗതിയാണ് സ്വത്തവകാശം മൗലികാവകാശത്തിൽ നിന്ന് എടുത്തു കളഞ്ഞ ഭേദഗതി. 44 ഭരണഘടനാ ഭേദഗതി 1978. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കൺകറന്റ് സബ്ജക്റ്റിൽ ഉൾപ്പെട്ട വിഷയം ഏത്? കൃഷി, വിദ്യാഭ്യാസം, ജയിൽ, ബാങ്കിങ്. ഉത്തരം ഓപ്ഷൻ ബി ആണ്, വിദ്യാഭ്യാസമാണ്. കൺകറന്റ് സബ്ജക്റ്റിൽ ഉൾപ്പെട്ട വിഷയം വിദ്യാഭ്യാസമാണ്. 3 ലിസ്റ്റുകളാണുള്ളത്. യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്. 3 ലിസ്റ്റുകളുമായി ബന്ധപ്പെട്ട ക്ലാസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഉറപ്പായിട്ടും കാണാത്തവർ കണ്ടേക്കണേ. ഓക്കെ, കൃഷിയും ജയിലും ഏത് ലിസ്റ്റിലാണ് വരുന്നത്? സ്റ്റേറ്റ് ലിസ്റ്റിലാണ് വരുന്നത്. ബാങ്കിങ് യൂണിയൻ ലിസ്റ്റിലാണ് വരുന്നത്. വിദ്യാഭ്യാസം കൺകറന്റ് ലിസ്റ്റ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? അയിത്ത നിർമ്മാർജ്ജനം, കൃഷിയും മൃഗപരിപാലനവും, ഏകീകൃത സിവിൽ നിയമം, വ്യവസായ മാനേജ്മെന്റിൽ തൊഴിലാളികളുടെ പങ്കാളിത്തം. ഇതിൽ നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ എ ആണ്, അയിത്ത നിർമ്മാർജ്ജനമാണ് പെടാത്തത്. ബാക്കി 3 ഏതിൽപ്പെടുന്നതാണ്? നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുന്നതാണ്. ഓക്കെ, മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് അയർലൻഡിൽ നിന്നാണ്. നിർദ്ദേശക തത്വങ്ങൾ എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്? അയർലൻഡിൽ നിന്നാണ്. ഭാഗം 4 ഭരണഘടനയിൽ ഭാഗം 4 നിർദ്ദേശക തത്വങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, അയിത്ത നിർമ്മാർജ്ജനം വരുന്നത് മൗലിക അവകാശങ്ങളിലാണ് പെടുന്നത്, മാർഗനിർദ്ദേശക തത്വങ്ങളിലല്ല. ആർട്ടിക്കിൾ 17 അയിത്ത നിർമ്മാർജ്ജനത്തെ പറ്റി പ്രതിപാദിക്കുന്നത്. അയിത്ത നിർമ്മാർജ്ജനത്തെ പറ്റി പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 17. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2024 ജൂലൈ 1 നിലവിൽ വന്ന ഭാരതീയ ന്യായ സംഹിത പാർലമെന്റിൽ അവതരിപ്പിച്ച എത്രാമത്തെ ബില്ലായിരുന്നു? 2024 ജൂലൈ 1 നിലവിൽ വന്ന ഭാരതീയ ന്യായ സംഹിത പാർലമെന്റിൽ അവതരിപ്പിച്ച എത്രാമത്തെ ബില്ലായിരുന്നു? ഉത്തരം ഓപ്ഷൻ സി ആണ്, ബിൽ നമ്പർ 173/2023 ആണ്. ബിൽ നമ്പർ 173/2023. ഓക്കെ,
1860 നിലവിൽ വന്ന IPC ഇന്ത്യൻ പീനൽ കോഡ് റദ്ദ് ചെയ്തത് 2024 ജൂലൈ 1-നാണ്. ഇന്ത്യൻ പീനൽ കോഡിന് പകരമായിട്ട് വന്നതാണ് ഏത്? ഭാരതീയ ന്യായ സംഹിത. ഓക്കെ, ഇന്ത്യൻ പീനൽ കോഡ് IPC നിർത്തലാക്കിയതിന് ശേഷം 2024 ജൂലൈ 1-ന് വന്നതാണ് ഏത്? ഭാരതീയ ന്യായ സംഹിത 2024 ജൂലൈ 1. ഓക്കെ, അതിൻ്റെ ബിൽ നമ്പർ 173/2023. ഓക്കെ, അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ്, 25 ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ബാക്കി ക്വസ്റ്റ്യൻസും അതിൻ്റെ അനുബന്ധ വിവരങ്ങളുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. പിന്നെ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് ഉടനെ തന്നെ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.